കറുത്തവാവ് രാത്രിയുടെ അഗാധമായ ഇരുട്ടിൽ സർപ്പക്കാവിന്റെ നടുവിൽ ചങ്ങലകളിൽ തളയ്ക്കപ്പെട്ട നാഗലക്ഷ്മി ജീവന് വേണ്ടി പിടയുകയായിരുന്നു. അവൾക്ക് ചുറ്റും ഭൈരവൻ തീർത്ത കറുത്ത മാന്ത്രിക മതിൽ അനന്തനെ അകത്തേക്ക് കടത്താൻ അനുവദിച്ചില്ല. അതിൽ തട്ടിത്തെറിച്ചു വീണ അനന്തൻ തന്റെ ചോര പൊടിയുന്ന കൈകളോടെ വീണ്ടും എഴുന്നേറ്റു. അനന്തൻ കോപത്താൽ കണ്ണുകൾ ചുവന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഭൈരവ, എന്റെ മുന്നിൽ വെച്ച് എന്റെ പെണ്ണിന്റെ ചോര വീഴ്ത്താമെന്ന് നീ വിചാരിച്ചോടാ? ഈ അനന്തന് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. മാധവമേനോൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വീൺവാക്ക് പറയരുത് അനന്ത. ഭൈരവന്റെ രക്തബന്ധന പൂജയ്ക്ക് മുന്നിൽ കാവിലെ ദേവതകൾ പോലും തല കുനിക്കും. ഇന്നിവിടെ നാഗബലി നടക്കും. സർപ്പമാണിക്യം എനിക്ക് ലഭിക്കും. അനന്തൻ തറവാട്ടിലെ പൂജാമുറിയിൽ നിന്ന് കൊണ്ടുവന്ന നാഗമുദ്രയുള്ള പവിത്രമായ ത്രിശൂലം കയ്യിലെടുത്തു. തന്റെ പ്രണയവും വിശ്വാസവും മനസ്സിൽ ധ്യാനിച്ച് അവൻ ആ ത്രിശൂലം ഭൈരവന്റെ മാന്ത്രിക മതിലിലേക്ക് ആഞ്ഞു തറച്ചു. ഭൈരവന്റെ കറുത്ത മാന്ത്രിക മതിൽ തകർന്നു തരിപ്പണമായി. അനന്തൻ ത്രിശൂലവുമായി കാവിനുള്ളിലേക്ക് പാഞ്ഞു കയറി. നാഗലക്ഷ്മിയെ തളച്ചിരുന്ന മാന്ത്രിക ചങ്ങലകൾ ത്രിശൂലം കൊണ്ട് അടിച്ചു തകർത്തു. ചങ്ങലകൾ വേർപെട്ട നിമിഷം നാഗലക്ഷ്മി വായുവിൽ ഉയർന്നു പൊങ്ങി. അവളുടെ കണ്ണുകൾ കനൽ പോലെ ചുവന്നു. കഴുത്തിലെ സർപ്പമുദ്രയിൽ നിന്ന് സർപ്പരൂപത്തിലുള്ള വലിയൊരു സ്വർണ്ണ വെളിച്ചം പുറത്തേക്ക് പ്രവഹിച്ചു. കാട്ടിലെ വൃക്ഷങ്ങൾ കുലുങ്ങി. അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് നാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. നാഗലക്ഷ്മി അമാനുഷികവും ഗാംഭീര്യമുള്ളതുമായ ശബ്ദത്തിൽ പറഞ്ഞു, അധർമ്മിയായ ദുർമാന്ത്രിക, പവിത്രമായ ഈ സർപ്പക്കാവിനെ അശുദ്ധമാക്കാനും സർപ്പമാണിക്യം കവരാനുമാണോ നീ വന്നത്? സർപ്പദേവതകളുടെ കോപത്തിന് നീ ഇരയാകും. നാഗുവിന്റെ ഈ വിശ്വരൂപം കണ്ട് ഭൈരവന്റെ മനസ്സിൽ ആദ്യമായി ഭയം നിഴലിച്ചു. ഭൈരവൻ പരിഭ്രാന്തനായി മന്ത്രങ്ങൾ ഇവൾ വെറുമൊരു പെണ്ണല്ല, സർപ്പദേവതയുടെ സാക്ഷാൽ അവതാരമാണ് മേനോനെ. നമ്മൾ ചെന്നുപെട്ടത് വലിയൊരു അപകടത്തിലാണ്. ഭൈരവൻ രക്ഷപ്പെടാനായി തന്റെ കയ്യിലുണ്ടായിരുന്ന വിഷരക്തം അടങ്ങിയ കപാലം എറിഞ്ഞെങ്കിലും നാഗലക്ഷ്മിയുടെ ഒരൊറ്റ കൺമുനയിലെ വെളിച്ചത്താൽ അത് ഭസ്മമായി മാറി. നാഗലക്ഷ്മി തന്റെ കൈകൂപ്പി പ്രാർത്ഥിച്ചതും കാട്ടിൽ നിന്നും എത്തിയ ഭീമാകാരനായ ഒരു കാളസർപ്പം ഭൈരവന് നേരെ പാഞ്ഞെടുത്ത് അവന്റെ മാറിൽ ആഞ്ഞുകുത്തി. ഭൈരവൻ വേദനയാൽ അലറിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, എന്നെ രക്ഷിക്കൂ, സർപ്പക്കാവെ, എന്നോട് പൊറുക്കൂ. ഭൈരവൻ വായിൽ നിന്ന് പുകതുപ്പി ഹോമകുണ്ടത്തിലേക്ക് വീണ് കത്തിച്ചാമ്പലായി. ഇത് കണ്ട് ഭയന്നോടെ ശ്രമിച്ച മാധവമേനോന്റെ മുന്നിലേക്ക് വലിയൊരു നാഗം വഴി തടഞ്ഞു നിന്നു. അനന്തൻ മാധവമേനോന്റെ ഉടുപ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മാവാ, സ്വന്തം തറവാടിനെയും അനന്തരവനെയും ചതിച്ച നിങ്ങൾക്ക് നിയമവും ഈ കാവും തരുന്ന ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോഴേക്കും തറവാട്ടുകാർ പോലീസുകാരുമായി അവിടെ എത്തി. അമ്മാവൻ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും വെളിച്ചത്തായതോടെ പോലീസ് മാധവമേനോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ദുഷ്ടശക്തികൾ ഒടുങ്ങിയതോടെ കാവിൽ ശാന്തത പടർന്നു. നാഗലക്ഷ്മിയുടെ രൗദ്രരൂപം പതുക്കെ ശാന്തമായി. അവൾ അനന്തന്റെ മുന്നിൽ ക്ഷീണിതയായി വീഴാൻ പോയപ്പോൾ അവൻ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. ദുഷ്ടശക്തികൾ ഒടുങ്ങിയതോടെ സർപ്പകാവിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന സർപ്പമാണിക്യം ദിവ്യപ്രഭയോടെ തിളങ്ങി. ആ വെളിച്ചം നാഗലക്ഷ്മിയുടെ കഴുത്തിലെ സർപ്പമുദ്രയിലേക്ക് ലയിച്ചു ചേർന്നു. നൂറ്റാണ്ടുകളുടെ ശാപഭാരം ഒഴിഞ്ഞുപോയി. നാഗലക്ഷ്മി തന്റെ അമാനുഷിക ശക്തികളെല്ലാം മാറ്റി തികച്ചും ശാന്തയായ ഒരു സാധാരണ പെൺകുട്ടിയായി മാറി. മുത്തശ്ശി സന്തോഷ കണ്ണീരോടെ നാഗുവിൻ്റെയും അനന്തൻ്റെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, തറവാടിന്റെ ശാപം ഒഴിഞ്ഞു. ഇനി കാവിൽ മഠത്തിൽ മംഗളവാദ്യങ്ങൾ ഉയരണം. അടുത്ത നല്ല മുഹൂർത്തത്തിൽ എൻ്റെ അനന്തന്റെ വധുവായി ഈ നാഗലക്ഷ്മി കാവിൽ മഠത്തിന്റെ പടിപ്പുര കടക്കും. അടുത്ത ദിവസങ്ങളിൽ തറവാട് മുഴുവൻ ആഘോഷപൂർവമായ ഒരുക്കങ്ങളിലായി. ഉമ്മറത്തും പൂമുഖത്തും പൂക്കളങ്ങൾ നിറഞ്ഞു. മനോഹരമായ പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് നാഗലക്ഷ്മി സാക്ഷാൽ ശ്രീലക്ഷ്മിയെ പോലെ തിളങ്ങി. നാദസ്വരത്തിന്റെ അകമ്പടിയോടെ തറവാട്ടു തറയിൽ വെച്ച് വലിയൊരു ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി അനന്തൻ നാഗലക്ഷ്മിയുടെ കഴുത്തിൽ താലി ചാർത്തി. മുത്തശ്ശിയും മുതിർന്നവരും ദമ്പതികളെ അനുഗ്രഹിച്ചു. കല്യാണ ചടങ്ങുകൾക്ക് ശേഷം മുല്ലപ്പൂക്കളാലും നിലവിളക്കിന്റെ വെളിച്ചത്താലും അലങ്കരിച്ച മണിയറയിലേക്ക് നാഗലക്ഷ്മി കടന്നു വന്നു. ലജ്ജയോടെ കണ്ണുകൾ താഴ്ത്തി നിൽക്കുന്ന നാഗുവിന്റെ അടുത്തേക്ക് അനന്തൻ പതുക്കെ നടന്നെടുത്തു. അവൻ അവളുടെ കൈകളിൽ പിടിച്ചപ്പോൾ നാഗുവിന്റെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അനന്തൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തി ആഴത്തിൽ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ നാഗു, ഇപ്പോഴും എന്നെ ഭയമാണോ? നാഗലക്ഷ്മി താഴ്ന്ന സ്വരത്തിൽ അവന്റെ നെഞ്ചിലേക്ക് വിരലുകളാൽ തടവി. ഭയമല്ല അനന്തേട്ടാ, ഇത് സന്തോഷമാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദനകൾക്കെല്ലാം പ്രകൃതി എനിക്ക് തന്ന സമ്മാനമാണ് അനന്തേട്ടന്റെ ഈ സ്നേഹം. അനന്തൻ തന്റെ കൈകളാൽ അവളുടെ അരക്കെട്ടിൽ മുറുകെ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ മുടിയിഴകൾ പതുക്കെ വശങ്ങളിലേക്ക് മാറ്റി താലി ചാർത്തിയ ആ കഴുത്തിൽ തണുത്ത ചുണ്ടുകളാൽ അമർത്തി മുത്തമിട്ടു. നാഗലക്ഷ്മി സുഖകരമായ ഒരു വിറയലോടെ അവന്റെ തോളിൽ കൈകൾ മുറുക്കി കണ്ണുകൾ അടച്ചു. അനന്തൻ അവളുടെ കാതിൽ മന്ത്രിച്ചു, ഇനി നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടില്ല നാഗു. ഈ ലോകത്തിലെ മുഴുവൻ സ്നേഹവും പ്രണയവും ഞാൻ നിനക്ക് തരും. നീ എൻ്റെ മാത്രം പ്രാണനാണ്. നിലവിളക്കിന്റെ വെളിച്ചത്തിൽ അനന്തൻ അവളെ താങ്ങിയെടുത്ത് കിടക്കയിലേക്ക് കിടത്തി.
അവളുടെ നെറ്റിയിലും കവിളുകളിലും കൺതടങ്ങളിലും അവൻ പ്രണയത്തിന്റെ ആഴത്തിലുള്ള മുത്തങ്ങൾ ചൊരിഞ്ഞു. രണ്ട് ഹൃദയങ്ങളുടെ മിടിപ്പും ശ്വാസവും ഒന്നായി മാറിയ ആ നിശബ്ദ രാത്രിയിൽ അവരുടെ പ്രണയം പൂർണ്ണത